185/24 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തൂ. ഉത്തരം ശരിയായത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഈ 3 ശരിയാണ്, 1 തെറ്റാണ് കേട്ടോ. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. അത് തെറ്റാണ്. അപ്പോൾ 2, 3, 4 ശരി. അപ്പോൾ ആൻസർ ബി ആണ്. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്യ കലാപത്തിൻ്റെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന 2ഉം 3ഉം ആണ്. അപ്പോൾ ശരിയായത് കലാപം നടന്നത് 1812 വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അപ്പോൾ 1ഉം 4ഉം ശരിയാണ്. അപ്പോൾ ചോദിച്ചത് തെറ്റായ പ്രസ്താവനയായതുകൊണ്ട് ഉത്തരം ബി ആണ് കേട്ടോ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ച് ഉള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? അപ്പോൾ ഹാൻകാങ്ങിനാണ് നമുക്ക് 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ ഈ ഉത്തരങ്ങൾ 1, 2, 3, 4 എല്ലാം ശരിയാണ് കേട്ടോ. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. ഡി ആണ് ഉത്തരം. താഴെ പറയുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പോൾ ശരിയായ ജോഡിയിൽ തെറ്റ് എന്ന് പറയുന്നത് ആകെ 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായി. അത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഏതാണ്? 3 മാത്രം തെറ്റ്. അപ്പോൾ 1, 2, 4 ശരിയായതുകൊണ്ട് ഉത്തരം എ. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? ഇതിലേതാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉത്തരം 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. അപ്പോൾ 1ഉം 4ഉം ശരിയാണ്. 1ഉം 4ഉം മാത്രമാണ് ശരി. അപ്പോൾ ആൻസർ ഡി. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 6ാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ISROയിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. 4ാമത്തത് ശരിയാണ്. അതുപോലെ ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. 3ഉം 4ഉം ശരിയാണ്. അപ്പോൾ ഉത്തരം ബി. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അല്ലമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തെറ്റ് എന്ന് പറയുന്നത് 4ാമത്തത് മാത്രമാണ്. പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരിക്കുന്നത് താനൂരിലായിരുന്നു. അത് തെറ്റാണ്. ബാക്കി 1ഉം 2ഉം 3ഉം ശരിയാണ്. എ ആണ് ഉത്തരം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡിയേത്? അപ്പോൾ ഓടക്കുഴൽ അവാർഡ് ഡി വിനയചന്ദ്രൻ. അത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ തെറ്റായ ജോഡി എന്ന് പറയുന്നത് 4 മാത്രം. ഓടക്കുഴൽ അവാർഡ് ഡി വിനയചന്ദ്രൻ. ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഈ വർഷത്തെ ഏതുകൊണ്ട് 2024 ഇത് എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കും. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുമായി ശരിയായ കാലഗണനാക്രമം ഏത്? അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ വർഷങ്ങൾ എന്തായാലും ഓർമ്മ വേണം. നമുക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ എന്തായാലും ഓർമ്മ ഉണ്ടാവും 1974 അപ്പോൾ ഇതിൻ്റെ ഓർഡർ ശരിയായിട്ടുള്ളത് എ ആണ്. 2, 3, 4, 1 അങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ. 10ാമത് ചോദ്യം. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ശരിയേത്? അപ്പോൾ ശരിയേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 അത് ശരിയാണ്. KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. അതും ശരിയാണ്.
കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. അതും ശരിയാണ്. ഇന്ത്യയിലെ 18ാമത് മെട്രോ റെയിൽവേ ആണിത്. അത് തെറ്റാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? 1, 2, 3 ശരി. സി ആണ്. കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കേബിൾ ലഞ്ചാവോ ഉള്ളത് മണിപ്പൂരിലാണ്. ഉത്തരം എ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരമാണ് അഹമ്മദാബാദ്. എ ആണ് ഉത്തരം. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണ് ഖാരിഫ്. ഡി ആണ് ഉത്തരം. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമേത്? ആരവല്ലി. എ ആണ് ഉത്തരം. ക്രിസ്റ്റലൈൻ കായാന്ത്രിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനമേതാണ്? ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിൽ. ബി ആണ് ഉത്തരം. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? മധ്യപ്രദേശ്. ബി ഉത്തരം. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ത്രാസൈറ്റ്. ഡി ഉത്തരം. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. സി ആണ് ഉത്തരം. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ. എ ആണ് ഉത്തരം. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കണം? ചിപ്കോ പ്രസ്ഥാനം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതിന്. ഡി ഉത്തരം. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937. എ ആണ് ഉത്തരം. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഉത്തരം സി. ക്വിറ്റ് ഇന്ത്യ സമരം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ഉത്തരം വേദാധികാര നിരൂപണം. ബാക്കിയെല്ലാം ഓർമ്മയുണ്ടാവണം. അത് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ദൈവദശകം, നവമഞ്ചരി, ദർശനമാല. അടുത്ത ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഉത്തരം ബി. ചൂടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത ആൾ. ബാക്കി ഓർത്തിരിക്കണം കേട്ടോ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണ്? രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനുമാണ്. അപ്പോൾ 1, 3 ഉത്തരം. തെബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ഡി ആണ് ഉത്തരം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാ രാം മോഹൻ റോയ് ആണ്. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ട്രാൻകിബാറിലാണ്. ഉത്തരം ഡി. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതാണ്? തെറ്റായത് കുറച്ചിയ കലാപം 1810 എന്നാണ് എഴുതിയിരിക്കുന്നത്. കുറച്ചിയ കലാപം 1812 കേട്ടോ. ബാക്കിയെല്ലാം ഓർത്തിരിക്കണം. കുണ്ട്ര വിളംബരമാണെങ്കിലും ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അപ്പോൾ ശരിയായത് 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. സർക്കാരിൻ്റെ കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഉത്തരം 3 ശരിയാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർക്ക് അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. അതെന്തായാലും ശരിയാണ്. അതുപോലെ 1ാമത്തതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. ബി ആണ് ഉത്തരം. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയതാണ്. അതറിയാം എല്ലാവർക്കും അല്ലേ? അത് ശരിയാണെന്നറിയാം. ഹിന്ദി ഭാഷയിലല്ല രചിച്ചിരിക്കുന്നത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ ആൻസർ ഡി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇതിൽ ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അത് ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ആയിരുന്നു. അതും ശരിയാണ്. 3ാമത്തേതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ 1ഉം 2ഉം 4ഉം ശരിയാണ്. അപ്പോൾ ഉത്തരം ബി.
2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവരാരാണ്? 2024 എന്തായാലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. എസ് സ്വാമിനാഥനും ഭുവനേശ്വരിയാണ് കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽപ്പെടാത്തത് ന്യൂനപക്ഷങ്ങളുമായി സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും തടയുന്നതിനുമുള്ള അവകാശം. അതാണ് ഇല്ലാത്തത്. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? റഷ്യയിലാണ്. ഇതേ ചോദ്യം നമ്മുടെ 2024 ബ്രിക്സിനെ കുറിച്ച് ചോദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പം റഷ്യ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? കുറിച്യ ലഹളയുടെ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഉണ്ടായിരുന്നു, തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1810 എന്ന് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ 1812 കുറിച്യ ലഹള ഉണ്ടായത്. അത് കറക്റ്റാണ്. പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ്. തെറ്റ് രണ്ടാമത്തെയാണ്. വയനാട് ജില്ലയിൽ കുറച്ച് കുമ്പാര, അതല്ല, തെറ്റാണ്. അപ്പോൾ ഉത്തരം എന്താണ്? 1, 3, 4 ശരിയാണ്. അപ്പോൾ 1, 3, 4 ശരിയായത് സി ആണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? കേരളീയ സുഗുണബോധിനിയാണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ ശരിയായത് ഏതാണ്? 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടന നേതൃത്വത്തിൽ നൽകിയത്. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. ഇതിന് 3 ശരിയാണ് കേട്ടോ. 1, 2, 3 ശരിയാണ്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതാണ്? പാലക്കാടും ചേലക്കര. ഇതെന്തായാലും ഓർമ്മ ഉണ്ടാവില്ല എല്ലാവർക്കും, ഇപ്പം നടന്ന കാര്യമാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41. ആണ് ഉത്തരം. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ഒരു 10 കൊല്ലമായിട്ട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ അത്. പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ബടാനന്ദൻ. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്രയാണ്? 20. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ. ജലവിഭവ വകുപ്പ് മന്ത്രി. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു? 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. 50ാമത്തെ ക്വസ്റ്റ്യൻ. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സ്വാമിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ചോദ്യങ്ങളില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വളരെ കുറവാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം ഏതാണ്? 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഏതിനാണ്? കീഴരിയൂർ ബോംബ് കേസ്. ഉത്തരം ഡി. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന ആരായിരുന്നു? ടി.കെ. മാധവൻ. 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിപ്പിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം ഏതായിരുന്നു? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. അപ്പോൾ ഉത്തരം ഏതാണ്? ഡി എന്ന്. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? യോഗക്ഷേമ സഭ വി.ടി. ഭട്ടതിരിപ്പാട്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? ജനസംഖ്യാനുപാത സംവരണം. അതില്ലായിരുന്നു കേട്ടോ. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? അർണോസ് പാതിരി. ആരുടെ? അർണോസ് പാതിരി. 1809 കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവ. 1859 ജെയിംസ് ഡാറ കെയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? ആലപ്പുഴ. ഇതെല്ലാം എത്രയോ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണെന്നറിയും, കുറേ തവണ. അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്, കാരണം എല്ലാ കുട്ടികളും ഇത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് എന്തായാലും കിട്ടുന്ന ഉത്തരങ്ങളാണിത് കേട്ടോ. അപ്പോൾ ഇതിലൊരിക്കലും നെഗറ്റീവ് മാർക്ക് അടിക്കാനേ പാടില്ല. ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം സി. വോൾട്ടർ ജി. റോസൻ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമേത്? പ്ലാസെൻ്റ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയേത്? സ്ക്ലീറൻ കൈമ. ഉത്തരം ഡി. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതലം വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? വില്ലസുകളാണ്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ വൃക്കാധമനി.
നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പം നേത്രവൈകല്യമായി കണ്ണിന് ലെൻസ് ഇലാസ്റ്റിക് നഷ്ടപ്പെടൽ മൂലം വരുന്ന രോഗമാണ് സ്ക്ലിറോതാൽമിയ. വിറ്റാമിൻ ഡിയുടെ കുറവ് നിശാന്തയ്ക്ക് കാരണമാകുന്നു. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ഇതിലെ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. നാലാമത്തത് ശരിയാണ്. അതുപോലെ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ, അതും ശരി. അപ്പോൾ 3ഉം 4ഉം ശരിയാണ്. ബി ആണ് ഉത്തരം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് മൊനീറ. ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? സൊമാറ്റോട്രോപ്പിൻ. ഉത്തരം ഡി. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിൽ 4ാമത്തെ ഉത്തരം മാത്രമാണ് ശരിയുള്ളത്. ഗ്ലൈക്കോസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു. വിട്രിസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? വൃക്ക. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? സമ്പുഷ്ട യുറാനിയം. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാൽ ഗതികോർജ്ജം 4 മടങ്ങാകും. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? നമുക്ക് വേഗം കൂട്ടത്തിൽ എന്ന് വെച്ചാൽ സദിശം അദിശം അളവ് ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. വേഗം മാത്രമാണ് ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത്, ബാക്കിയെല്ലാം സദിശ അളവുകളാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷ മർദ്ദം ബാരോമീറ്റർ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയുടെ ജെ തോംസണുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? പ്ലം പുഡിംഗ് മാത്രം മുന്നോട്ട് വെച്ചു. ഇലക്ട്രോണിനെ കണ്ടെത്തി. ഡിസ്ചാർജ് പരീക്ഷണങ്ങൾ നടത്തി. ന്യൂട്രോണിനെ കണ്ടെത്തി. ഇലക്ട്രോണിനെയാണ് നമ്മുടെ ജെ തോംസൺ കണ്ടെത്തിയത്, ന്യൂട്രോണിനെ കണ്ടെത്തിയിട്ടില്ല. റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രിൻ. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരാണ്? റേഡിയോ ആക്ടിവിറ്റി ഹെൻറി ബെക്യുറൽ. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്ന ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ലീച്ചിങ് എന്ന് പറയുന്നത്? അലൂമിനിയം. ഇതെപ്പോഴും ചോദിക്കുന്നതാട്ടോ. ഒരേ മാസ് നമ്പർ വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ആയിട്ടുണ്ട്. 80 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. പിന്നുള്ളത് മാത്സ് ആണ്, അത് ഞാനിവിടെ പറയുന്നില്ല.